ഹലോ ഫ്രണ്ട്സ്, മേക്കിറ്റീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് മാസ്കും സാനിറ്റൈസറും നിർബന്ധമാണ്. എവിടെ പോയാലും എന്ത് ചെയ്താലും ഇത് രണ്ട് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്, നമ്മളുടെ വീടുകളെല്ലാം PVC പൈപ്പ് കാണാറുണ്ട്, പക്ഷേ നമ്മളതിനെ കളയാറാണ് ചെയ്യാറ്. ബട്ട് നമുക്ക് ആ PVC പൈപ്പ് വെച്ചിട്ട് ഒരു ലെഗ് പ്രസ്സിങ് ഹാൻഡ് സാനിറ്റൈസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇതിന് സാധാരണയുള്ള വില എന്ന് വെച്ചാൽ 4000 രൂപയാണ്. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ഇതിന് ഡിസ്കൗണ്ട് 1800 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില. അപ്പോൾ നമ്മൾ ഈ PVC പൈപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് മാക്സിമം വരുന്നൊരു 100 രൂപയിൽ കൂടുതൽ ഒരിക്കലും ആവില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യാനായി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ഒരു PVC പൈപ്പാണ്. അത് കഴിഞ്ഞ് ഈ PVC പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് 10 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററും നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. PVC പൈപ്പിൻ്റെ അടുത്ത ഭാഗം നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു മാർക്കർ വെച്ച് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 വശത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഈ PVC പൈപ്പിനെ നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ബെൻഡ് ചെയ്യാനായി നമുക്ക് ആവശ്യമുള്ളത് ഓല കൊണ്ട് നമുക്ക് ചൂടാക്കി നമുക്കതിനെ ബെൻഡ് ചെയ്യാം. ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഇതിനെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വലിയ PVC പൈപ്പിലേക്ക് ഇത് കയറ്റി വെക്കണം. കയറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഇതിനെ വീണ്ടും നമുക്ക് ചൂടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പിന്നിലായി ഒരു ഹോള് നമുക്ക് എടുക്കണം. ഹോൾ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് റബ്ബർ ബാൻഡാണ്. 2 റബ്ബർ ബാൻഡ് വെച്ച് ഇതിനെ നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് ഇത്ര മാത്രമാണ്. നമ്മൾ ചവിട്ടുന്ന നേരത്ത് ഇതൊന്ന് വലിഞ്ഞ് ഒരു പ്രസ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഇത് റിലീസ് ചെയ്യും, കാരണം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന് ഒരു സ്റ്റാൻഡ് ആവശ്യമുണ്ട്. ഇതിന് സ്റ്റാൻഡ് ഉണ്ടാക്കാനേ നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡും 2 ചെറിയ മരക്കഷ്ണങ്ങളുമാണ്.
അപ്പോൾ ഈ മരക്കഷ്ണം ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയൊരു കുപ്പി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച PVC പൈപ്പ് നമുക്ക് ഒരു MC-യിൽ വെച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ചുറ്റിലും MC-യിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. മുഴുവനായി ഒന്ന് പെയിൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പെയിൻ്റൊക്കെ ഒരു വിധത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാനിറ്റൈസർ യൂസ് ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.